ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈശോ പലപ്പോഴും സമാധാനത്തെപ്പറ്റി പറയുന്നുണ്ട്. സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലും സമാധാനത്തെപ്പറ്റി വാചാലനാകുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. മറ്റാരുടെയും സമാധാനമല്ല, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ. മറ്റുള്ളവരുടെ വാക്കുകൾ പോലെയല്ല ക്രിസ്തുവിൻ്റെ വാക്കുകൾ. ആ വാക്കുകൾക്ക് ആഴമുണ്ട്, പരപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നതാണോ എന്ന് ചോദ്യമുയർത്തുന്ന ആർക്കും വിശുദ്ധ കുരിശിനെ ചൂണ്ടിക്കാട്ടാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ സമാധാനത്തെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനാണ് അവൻ ഇങ്ങനെ ചെയ്തത്. സമാധാനം എന്നത് യേശു നൽകുന്ന രക്ഷാകരമായ അനുഭവമാണ്. ഇസ്രായേലിൻ്റെ യുഗാന്ത പ്രതീക്ഷകളുടെ കാതലായ ശാലോം ഇപ്പോൾ യേശുവിൽ സംലഭ്യമാകുന്നു. പിതാവ് എന്നേക്കാൾ വലിയവൻ ആണെന്ന് ക്രിസ്തു ഏറ്റുപറയുന്നുണ്ട്. 3-4 നൂറ്റാണ്ടുകളിലെ ക്രിസ്തു ദർശനത്തെ സംബന്ധിക്കുന്ന ആര്യൻ പാഷണ്ഡത ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ പുത്രൻ്റെ സൃഷ്ടിയെക്കുറിച്ചോ പിതാവും പുത്രനും തമ്മിലുള്ള സത്താപരമായ ബന്ധത്തെക്കുറിച്ചോ ഉള്ള പ്രസ്താവനയല്ലിത്. മറിച്ച് പിതാവും പുത്രനും തമ്മിൽ അവരുടെ പ്രവൃത്തികളിലുള്ള ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തൻ്റെ ദൈവികതയിൽ പുത്രൻ പിതാവിന് തുല്യനാണ്. എന്നാൽ പിതാവ് യേശുവിനെ അയക്കുകയും ദൗത്യമേൽപ്പിക്കുകയും ചെയ്യുന്നതിനാൽ പിതാവ് യേശുവിനേക്കാൾ വലിയവനാണെന്ന് പറയാം. ഓരോ ദൈവിക വ്യക്തിയും സനാതന തത്വത്തിലെ മറ്റു വ്യക്തികളെക്കാൾ വ്യത്യസ്തനാണെങ്കിലും ദൈവികതയിൽ അവർ തുല്യരാണ്. പിതാവിനോടുള്ള തൻ്റെ സ്നേഹം തൻ്റെ വാക്കുകളാൽ യേശു പ്രകടിപ്പിക്കുന്ന അഥവാ വെളിപ്പെടുത്തുന്ന വാക്യം ഈ സുവിശേഷ ഭാഗത്ത് നാം കണ്ടെത്തുന്നത്. സമാധാന രാജാവായ ക്രിസ്തുവിൽ വലയം പ്രാപിച്ച് സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകാം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ പുത്രനായി പുത്രിയായി വളർന്ന് വരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.